ഹായ് ഓൾ. ഞാനൊരു 2 വട്ടം ചെയ്തതാണ് ഈ സോഷ്യൽ മീഡിയ വഴി അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി തട്ടിപ്പിനിരയാകുന്ന ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു തിരുമേനി, പ്രമുഖനായ ഒരു തിരുമേനി ഇതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് പോലീസുകാരാണെന്നും പറഞ്ഞും അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ തട്ടിപ്പും അല്ലെങ്കിൽ പണമിടപാട് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലും അദ്ദേഹത്തെ വിളിച്ചു. മറ്റൊരു അക്കൗണ്ടിൽ നിന്നുള്ള രീതിയിലാണെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത് ആണായിട്ട് പറഞ്ഞെങ്കിൽ പോലും അവസാനം അദ്ദേഹം അവരുടെ കെണിയിൽ വീണത് മാത്രമല്ല 2 മണിക്കൂർ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടതാണ്. 2 മണിക്കൂർ പോലും അദ്ദേഹം അവരുടെ വിചാരണയിലായിരുന്നു എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ ഒരു സിനിമയുടെ തിരക്കഥയെ വെല്ലുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പരിപാടികളെല്ലാം പോകുന്നത്. കാരണം വെൽ പ്ലാൻഡ് ആണ്. അവിടെ അദ്ദേഹത്തെ വിചാരണ ചെയ്തയാൾ CBI ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്തു. പല രീതിയിൽ പറഞ്ഞ് അവസാനം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വരെ വാങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് പൈസ അങ്ങോട്ടേക്ക് ഇടിയിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിലെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI ഓഫീസറാണെന്നും പോലീസ് ഓഫീസേഴ്സ് ആണെന്നും പറഞ്ഞു ഒക്കെയാണ് കോൾ വരുന്നത്. നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ്. ഇത് സമൂഹത്തിലെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അതായത് 10 ആൾക്കാർ അറിയുന്ന ഒരു തിരുമേനിയാണ്. അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാരനായ ആൾക്കാരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പറ്റിക്കാം എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അദ്ദേഹത്തിനെ പറ്റിക്കാൻ വേണ്ടി തന്നെ അവർ പോലീസ് വേഷത്തിലും വന്നു. അതിനുശേഷം വേറൊരാൾ വക്കീലായിട്ട് വന്നു. ഓൺലൈൻ വിചാരണ നടക്കുന്നു. എന്തൊക്കെ കാണുന്നത് ഇന്ത്യയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വലിയ സെക്യൂരിറ്റി സിസ്റ്റവും വലിയ സംവിധാനങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇതിനെയൊക്കെ കാറ്റിപ്പറത്തിയിട്ടാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് തട്ടിപ്പ് നടത്തി കാശ് കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം തന്നെ പോകുന്നത്. ഏത് സമയം ആരുടെയും പൈസ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. സിമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന അവസ്ഥ. നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ ഒരു വയോധികനെ കാറടുപ്പിച്ച് കൊന്ന കേസിലെ പ്രതി ഒരു സ്ത്രീയാണ്. അത് എന്താ പറയുക, അവരും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം വളരെ അദ്ദേഹം ജോലി ചെയ്ത് അവസാനം കിട്ടിയ പെൻഷനും കാര്യങ്ങളും എല്ലാം എന്താ പറയുക ഒരു ബാങ്കിൽ സൂക്ഷിക്കുകയും അതേ ബാങ്കിലെ തന്നെ ഉദ്യോഗസ്ഥ പ്ലാൻ ചെയ്ത് ഇദ്ദേഹത്തെ കൊന്ന് പൈസ കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ സത്യം പറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം പൈസ ഇല്ലാതെ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ്. അതായത് ചെറിയ ഈ പറയുന്ന ജീവിച്ച് പോയാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഈ എന്താ പറയുക, നമ്മൾ കുറച്ച് കുടിച്ച് തിമിർത്ത് ആഘോഷിച്ച് ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവരാണ് ഇതുപോലെ തട്ടിപ്പിനും വെട്ടിപ്പിനും പോകുന്നൊരു സിറ്റുവേഷൻ. അപ്പം നമ്മളെ തട്ടിക്കാനും വെട്ടിക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാർ പല ക്രിയകളുമായിട്ട് വെളിയിൽ ഇറങ്ങി നടപ്പുണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാരനാണേലും അല്ലാത്തവരാണേലും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കാരണം വിദ്യാഭ്യാസം ഉള്ളവരും തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഓരോ സീനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചുമ്മാ അവസാനം പേടിപ്പിച്ച് കഴിയുമ്പോൾ കയ്യിൽ പോക്കറ്റിലുള്ള കാശെടുത്ത് അങ്ങോട്ട് വീശി എറിയുകയും നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ പല കാര്യങ്ങൾ പറഞ്ഞ് തെറിച്ച് പോകുന്നതാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുള്ളതായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ ദിവസത്തെ ഓരോ നീക്കവും ഓരോ പണമിടപാടുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഇടയ്ക്കൊക്കെ ബാങ്കിലൊക്കെ പോയി നമ്മുടെ അക്കൗണ്ടിലെ പൈസയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ കിട്ടുന്ന പലിശ കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയുന്നത് നരാധന്മാർ നമ്മളെ തട്ടിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങും. അപ്പം നമ്മളെ ഒന്നെങ്കിൽ കഴുത്തെ കത്തി വെക്കും, അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഭീഷണി, അതൊക്കെ പല രീതിയിലുള്ള ഭീഷണികൾ. അത് ഒന്നെങ്കിൽ വല്ല പെൺകണിയായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ അക്കൗണ്ട് വഴി വലിയ രീതിയിലുള്ള ഹവാല ഇടപാടോ അല്ലെങ്കിൽ മറ്റ് പണമിടപാടുകൾ നടക്കുന്നു. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്ന ഇത് തട്ടിപ്പുകാരുള്ള ഒരു നാടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പണ്ടെന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കൊള്ളക്കാരെന്ന് പറയുന്നത്. നമ്മൾ വിദേശത്ത് ചില രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മളെ എന്താ പറയുക ഈസി ആയിട്ട് നമ്മുടെ പൈസ തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരുടെ സെറ്റപ്പൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ മാക്സിമം നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. അതായത് ഒരുത്തനൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴത്തേക്കും അവൻ്റെ കാച്ചോട്ടിലെ മണ്ണും കൂടെ ഊറ്റിക്കൊണ്ട് പോകുന്ന സെറ്റപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്.
അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. പല രീതിയിലുള്ള തട്ടിപ്പുകളുമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ ഒരുപാട് തട്ടിപ്പും കാര്യമൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും 3-4 പേര് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുക. നീങ്ങാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ നീങ്ങണം. മറ്റൊരാളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ നോക്കണം. നമ്മൾ സംസാരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പം നമ്മൾ വലിയൊരു കെണിയിൽ നിന്ന് ചിലപ്പോൾ ഊരിപ്പോകാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുമേനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 2 മണിക്കൂർ അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു, അതായത് അദ്ദേഹത്തിനൊന്ന് വാഷ്റൂമിൽ പോകാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ അവർ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ, അതായത് ഒരു ചങ്ങലയോ പൂട്ടോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഈ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ അദ്ദേഹത്തിന് പെട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ലോക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ലോക്ക് നമ്മൾ എങ്ങനെ മാറ്റാം? മറ്റുള്ള ഒരാളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് തുറന്നു പറയാലോ, നമ്മളാരെയും അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മളാരെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ച് നമ്മളെ നിന്ന് പണം പിടുങ്ങുന്ന ഒരുപാട് തരം ആൾക്കാർ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എന്താ പറയുക, തോൽപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. നമുക്ക് വടിയോ പത്തലോ തോക്കോ ഒന്നും വേണ്ട. നമ്മൾ യുക്തിക്കനുസരിച്ച് പെരുമാറിയാൽ മതി. നമ്മൾ വിശ്വസ്തരായിട്ടുള്ള നമ്മുടെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പോലീസ് സ്റ്റേഷനുണ്ട്, പോലീസുകാർ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് നമുക്ക് ചെയ്യാത്ത കാര്യത്തിനൊക്കെ നമുക്കൊരു ലോക്ക് വീഴുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെപ്പോലെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അടുത്തുള്ള നമ്മുടെ കൂട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും. നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരുത്തൻ മതിയാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ജീവിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കീറി കാലിയാകുന്നത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം.